കണ്ണൂരിലെ അവയവ കച്ചവടത്തിൽ ഇടനില നിന്നിട്ടില്ലെന്ന് ആരോപണ വിധേയനായ ബെന്നി 24-നോട് പറഞ്ഞു. ആരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവ് തന്റെ അടുത്ത സുഹൃത്താണ്. 50ഓളം പേരെ അവയവ കച്ചവടത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ ആരോപണം തെറ്റാണെന്നും ബെന്നി പറയുന്നു. ചിലവര് പറയും വീട്ടുകാരും അറിയാതെ രാവിലെ ഓപ്പറേഷൻ ചെയ്തിട്ട് പോന്നുകൂടായിരുന്നു. അത് ചില പേഷ്യന്റും അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് അറിയാവുന്നതുകൊണ്ട് അവര് വിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലാതെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുക്കുക എന്ന് പറഞ്ഞ് ഇതിന് എന്താ ഈ പറയുന്നത്? അല്ല, അവരെ തട്ടിക്കൊണ്ടുപോയി എന്നതിനേക്കാൾ ഉപരി ഒരു ഏജന്റായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയാനും പൈസ വാങ്ങിച്ചു തരാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ആള്. പൈസയെ ഞാൻ മേടിച്ച് കൊടുക്കാവെന്നും പറഞ്ഞിട്ടില്ല, പൈസ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞിട്ടില്ല. ഒരു രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാതെ വൃക്കയുടെ ബ്രോക്കർ പണിയൊന്നും ചെയ്തിട്ടില്ല. ഈ വൃക്കയുടെ ബ്രോക്കർ പണി ചെയ്താൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു പേഷ്യന്റിന് ഒരു കിഡ്നി കൊടുക്കാനെന്നും പറഞ്ഞ് ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഇല്ലില്ല, അത് അന്വേഷണത്തിൽ എന്നെ എല്ലാരും വിളിപ്പിച്ചാന്നേ. അതായത് ഈ അനിൽകുമാർ ജയിലിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്താണ്, എന്റെ സുഹൃത്താണ്. നിങ്ങൾ ഭർത്താവിന്റെ സുഹൃത്തായത് കൊണ്ട് മാത്രം പുള്ളിക്കാരി പറയുന്ന ആരോപണമാണോ? ഞാൻ അവിടെ അതാണ് സംഭവം. അവയവ കച്ചവടത്തിന് നിർബന്ധിച്ചുവെന്ന പരാതിയിൽ യുവതിയുടെ ഭർത്താവിനും ഇടനിലക്കാരൻ ബെന്നിക്കുമെതിരെ കേളകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വധഭീഷണി, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉൾപ്പെടുത്താതെയാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഈ ഇടനിലക്കാരനായി നിന്നു എന്ന് യുവതിയെ ആരോപിക്കുന്ന ബെന്നി ആ ആരോപണം സജോയുമായി സംസാരിക്കുമ്പോൾ നിഷേധിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതേസമയം തന്നെ ഭർത്താവിൻ്റെ സുഹൃത്തെന്ന നിലയിൽ ഇയാൾ ഈ നിർബന്ധിച്ചിട്ടുണ്ട് അവയവദാനത്തിന് എന്ന ഒരു ആക്ഷേപം ആ യുവതിക്കുണ്ട്. അതിൽ പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസിൽ നിന്ന് വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉൾപ്പെടുത്താതെ ഒരു FIR വന്നിരിക്കുന്നത്? എന്താണ് ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ? ബെന്നി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഗോപികൃഷ്ണൻ, പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ യുവതിയാണ്. വൃക്ക വിൽപ്പനയ്ക്ക് ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി. അതിനാദ്യഘട്ടത്തിൽ തയ്യാറായി, പിന്നീട് പിന്മാറിയതിനെ തുടർന്നും തുടർച്ചയായി ഭീഷണി നേരിടുന്നു. 9 ലക്ഷം രൂപയാണ് അതിന് വാഗ്ദാനം ചെയ്തത് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഏതായാലും യുവതിയുടെ പരാതിയിൽ കേളകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ പ്രാഥമികമായി പോലീസിൽ ചെറിയൊരു വിശദീകരണത്തിന് മാത്രമേ DYSP മുതിർന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് യുവതിയുടെ പരാതി എന്നത് വധഭീഷണിയുണ്ട്, വീട്ടിൽ അതിക്രമിച്ച് കടന്നും ഭീഷണിപ്പെടുത്തി. ഒപ്പം ഇതിൽ ഇപ്പോൾ അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകൾ പ്രകാരം ഉള്ള വകുപ്പുകൾ, അതിൽ SC/ST അട്രോസിറ്റീസ് ആക്ടും ഉണ്ട്. അവയുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നതിന്മേലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതും ഇതേ FIR മേൽ അന്വേഷണം നടക്കും. പക്ഷേ പ്രാഥമികമായി അത് പരിശോധിക്കാത്ത, അക്കാര്യത്തിൽ വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ട് അവ ചേർത്തിട്ടില്ല എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു വിശദീകരണം. അത് തൃപ്തികരമല്ല എന്നതൊരു വസ്തുതയായി തന്നെ നിൽക്കുന്നുണ്ട്. ഈ യുവതി പറയുന്നത് 8 വർഷം മുൻപ് യുവതിയുടെ ഭർത്താവ് വൃക്ക വിൽപ്പന നടത്തിയതാണ്. 6 ലക്ഷം രൂപ കിട്ടി. അന്നും ഇതേ ബെന്നി, പെരുന്തോടി സ്വദേശിയായ ബെന്നി, ഇപ്പോൾ വയനാട് കാട്ടിക്കുളത്ത് താമസിക്കുന്ന ബെന്നിയാണ് ഇടനില നിന്നത്. വീണ്ടും ഇതേ ഇടനിലക്കാരൻ തന്നെ സമീപിക്കുന്നു. 29 വയസ്സ് മാത്രമാണ് യുവതിക്ക് പ്രായമുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തുകയൊക്കെ ലഭ്യമാകും എന്ന് പറഞ്ഞാണ് അതിന് നിർബന്ധിച്ചത്. ഭർത്താവും ഇതേ കാര്യം ആവശ്യപ്പെട്ട് നിർബന്ധിച്ചു. പിന്നീട് എറണാകുളത്തെത്തി ആലുവയിൽ ഒരു താൽക്കാലിക മേൽവിലാസം ഉണ്ടാക്കി. അതിനുശേഷം ടെസ്റ്റുകളും ഒക്കെ നടത്തി പിന്നീട് സർജറി ഡേറ്റ് തീരുമാനിച്ചു. പക്ഷേ ഒടുവിൽ യുവതി പിന്മാറുകയായിരുന്നു. പിന്മാറിയതിനു ശേഷം ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് തുടർച്ചയായി നിർബന്ധിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്നും പറയുന്നു. ഒപ്പം ഇതേ ഇടനിലക്കാരൻ ഭർത്താവിൻ്റെ സുഹൃത്താണ് എന്ന് യുവതിയും പറയുന്നുണ്ട്. ഒപ്പം ഈ കുറേ നാളുകളായി തന്നെ പരിചയമുള്ളത് കൊണ്ട് തന്നെ യുവതി പറയുന്നത് ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം 50ഓളം ആളുകളെ ബ്രോക്കർ എന്ന നിലയ്ക്ക് ഇതേ വ്യക്തി തന്നെ സമീപിക്കുകയും എറണാകുളത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിൽപ്പനയ്ക്കായി, അവയവ വിൽപ്പനയ്ക്കായും കരൾ പകുത്തു കൊടുക്കുക എന്നതാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ ലഭ്യമാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതേ ഇടനിലക്കാരൻ വീട്ടിൽ വന്ന് വിശദീകരിച്ചതാണ് എന്നതാണ് യുവതി പറയുന്നത്. അങ്ങനെ മറ്റു പലരും സമാനമായ രീതിയിൽ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ള ആളുകളെ പണം വാഗ്ദാനം ചെയ്ത് വലിയ തോതിൽ ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നതാണ് യുവതിയുടെ ഗുരുതരമായ ആരോപണം. ആ വിഷയത്തിന്മേൽ അടക്കമുള്ള പരിശോധനകൾ നടക്കും എന്നാണ് ഈ പോലീസ് പറയുന്നത്. ഇടനിലക്കാരൻ പക്ഷേ പറയുന്നത് തനിക്ക് യാതൊരു പങ്കുമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരോപണങ്ങളെല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിഷേധിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അത് യുവതിയുടെ ഭർത്താവുമായി സൗഹൃദമുള്ളത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇരുവർക്കുമെതിരെ. അത് പക്ഷേ ഈ വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന നിലയ്ക്കുള്ള വകുപ്പുകൾ ഇപ്പോൾ അത്തരം തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ആ കാര്യത്തിൽ യുവതി ആ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയുമാണ്. അനുസൃതമായ തെളിവുകൾ, തന്റെ കൈവശമുള്ള വിവരങ്ങൾ, ഫോൺ വഴിയുള്ള സംഭാഷണങ്ങൾ, മറ്റു രേഖകളൊക്കെ കൈമാറാൻ തയ്യാറാണ്. ഏതായാലും യുവതി ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിന് ഈ കാര്യത്തിൽ കുറെ കൂടി ഗൗരവത്തിലുള്ള അന്വേഷണം നടത്തേണ്ടി വരും.
വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉൾപ്പെടുത്താതെയുള്ള FIR ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് മതിയായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്ന ന്യായം. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.